Hello friends, today we will discussing about the topic Science and Technology Innovation Policy. Science and Technology Innovation Policy നെ കുറിച്ചാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എന്താണ് സയൻസ് ആൻഡ് ടെക്നോളജി ഇന്നോവേഷൻ പോളിസി? ഇന്ത്യയിൽ വന്ന ഒരു തുടക്കം മുതലുള്ള ഒരു ബാക്ക്ഗ്രൗണ്ട് നമുക്ക് നോക്കാം. എവല്യൂഷൻ ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി ഇന്നോവേഷൻ പോളിസീസ് ഇൻ ഇന്ത്യ. 1958 സയൻസ് ആൻഡ് ടെക്നോളജി പോളിസി ഫസ്റ്റ് ഇംപ്ലിമെൻറ്റ് ചെയ്തത്. 1958 ജവഹർലാൽ നെഹ്റുവിൻ്റെ ടൈമിലാണ് സയൻസ് ആൻഡ് ടെക്നോളജി ഇന്നോവേഷൻ പോളിസി ഇന്ത്യയിൽ വന്നത്. അപ്പോൾ അത്തരത്തിലൊരു സയൻസ് ആൻഡ് ടെക്നോളജി ഇന്നോവേഷൻ പോളിസി വരണമെങ്കിൽ ഒരു ഗ്ലോബൽ ലെവൽ സോഷ്യോ എക്കണോമിക് ചാലഞ്ചസിൻ്റെ റിലേറ്റ് ചെയ്തിട്ടാണ് അത്തരത്തിൽ ഒരു സയൻസ് ആൻഡ് ടെക്നോളജി പോളിസീസ് ഇന്ത്യയിൽ വന്നത്. അത് ഏതൊക്കെയാണ് ഈ സോഷ്യോ എക്കണോമിക് ചാലഞ്ചസ് റിലേറ്റഡ് ടു ക്രിറ്റിക്കൽ സെക്ടേഴ്സ് എന്ന് നോക്കിക്കഴിഞ്ഞാൽ ഹെൽത്ത്, പിന്നെ എൻവിറോൺമെൻറ്റ്, ഫുഡ്, എനർജി ആൻഡ് ക്ലൈമറ്റ് ചേഞ്ച് ആൻഡ് വാട്ടർ. ഇതൊക്കെ ഒരു ക്രിറ്റിക്കൽ സെക്ടർ ലെവലുള്ള ഒരു സോഷ്യോ എക്കണോമിക് ചാലഞ്ചസ് ആണ്. അപ്പോൾ ഇതിനൊക്കെ തരണം ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സയൻസ് ആൻഡ് ടെക്നോളജി ഇന്നോവേഷൻ ആവശ്യമാണ്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്ത്യയിൽ 1958 സയൻസ് ആൻഡ് ടെക്നോളജി ഇന്നോവേഷൻ പോളിസീസ് നിലവിൽ വന്നത്. അതിനുശേഷം ഒരുപാട് പോളിസീസ് നിലവിൽ വന്നിട്ടുണ്ട്. അതൊക്കെ നമുക്ക് ഡിസ്കസ് ചെയ്യാം. About the evolution of the science and technology policies in India is science and technology plays a significant role for fostering socio-economic and political development globally and benefiting all the sectors through the scientific and technological advances. അപ്പോൾ നമുക്കറിയാം സോഷ്യോ എക്കണോമിക്കൽ ആൻഡ് പൊളിറ്റിക്കൽ ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ട് ഗ്ലോബൽ ലെവലിൽ തന്നെ അതിൻ്റെ ഒരു ബെനിഫിറ്റിന് വേണ്ടിയിട്ട് ഒരു സയൻറ്റിഫിക് ആൻഡ് ടെക്നോളജിക്കൽ അഡ്വാൻസസ് ആവശ്യമാണ്. അപ്പോൾ സയൻസ് ആൻഡ് ടെക്നോളജി ഇന്നോവേഷൻ എന്ന് പറയുന്നത് ഒരു സിഗ്നിഫിക്കൻറ്റ് റോൾ തന്നെ ഒരു സോഷ്യോ എക്കണോമിക് ആൻഡ് പൊളിറ്റിക്കൽ ഡെവലപ്മെൻറ്റിൽ ഗ്ലോബൽ ലെവലിൽ പ്രവർത്തിക്കുന്നുണ്ട്. അപ്പോൾ Science and technology innovation act as a key determinant in addressing the socio-economic challenges related to the critical sectors such as health, environment and education, food, energy, climate change, etc., water and etc. നമുക്ക് ഇപ്പോൾ തന്നെ അറിയാം സയൻസ് ആൻഡ് ടെക്നോളജി ഇന്നോവേഷൻ എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ് ഒരു ക്രിട്ടിക്കൽ സെക്ടേഴ്സിൽ, എസ്പെഷ്യലി ഇൻ ഹെൽത്തിലൊക്കെ എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണെന്ന് നമുക്ക് ഇപ്പോൾ ഒരു കോവിഡ് പാൻഡമിക് സിറ്റുവേഷനിൽ മനസ്സിലായിട്ടുണ്ട്. അപ്പോൾ ഈ സയൻസ് ആൻഡ് ടെക്നോളജി ഇന്നോവേഷൻ എന്ന് പറയുന്നത് നമ്മുടെ സോഷ്യോ എക്കണോമിക് ചാലഞ്ചസ്, എസ്പെഷ്യലി ചില ക്രിട്ടിക്കൽ സെക്ടേഴ്സിലൊക്കെ ഒരു കീ ഡിറ്റർമിനൻ്റായിട്ട് പ്രവർത്തിക്കുന്ന ഒരു മേഖലയാണ് ഈ സയൻസ് ആൻഡ് ടെക്നോളജി ഇന്നോവേഷൻ എന്ന് പറയുന്നത്. ഇന്ത്യ സയൻസ് ആൻഡ് ടെക്നോളജി ഇന്നോവേഷൻ പോളിസി സ്റ്റാർട്ട് ചെയ്തത് പോസ്റ്റ് ഇൻഡിപെൻഡൻറ്റ് ശേഷമാണ്. നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷമാണ് നമ്മൾ അത്തരത്തിലുള്ള ഒരു പോളിസി ഇംപ്ലിമെൻറ്റേഷൻ സ്റ്റാർട്ട് ചെയ്തത്. 1958 അത്തരത്തിലുള്ള ഒരു ഇംപ്ലിമെൻറ്റേഷൻ ഉണ്ടായത്. 1958 ജവഹർലാൽ നെഹ്റുവിൻ്റെ നേതൃത്വത്തിലായിരുന്നു. നമ്മുടെ ആ ഒരു പോളിസി സിസ്റ്റം എന്ന് പറയുന്നത് സെൽഫ് റിലയൻസ് ആൻഡ് ഇൻഡിജിനസ് ഡെവലപ്മെൻ്റ് ആയിരുന്നു. അപ്പോൾ സെൽഫ് റിലയൻസ് ആൻഡ് ഇൻഡിജിനസ്, നമ്മൾ സ്വന്തമായി നിർമ്മിക്കുന്ന മേക്കിംഗ് ഇന്ത്യ പോലെയുള്ള അത്തരത്തിലുള്ള ഒരു പോളിസി മേക്കിംഗ് ആയിരുന്നു നമ്മൾക്കുണ്ടായിരുന്നത്. പിന്നെ കോസ്റ്റ് എഫക്റ്റീവ് ഇന്നോവേഷൻ മെത്തേഡാണ് നമ്മൾ അന്ന് മുതലേ ചൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇന്ത്യൻ സയൻസ് ആൻഡ് ടെക്നോളജി പോളിസീസ് പോസ്റ്റ് ഇൻഡിപെൻഡൻറ്റ് ഇന്ത്യ were predominantly rooted in the ideas of self-reliance and indigenous development across the sectors. എല്ലാ സെക്ടേഴ്സിലും നമ്മൾ ഈ സെൽഫ് റിലയൻസ് ആൻഡ് ഇൻഡിജിനസ് ഡെവലപ്മെൻറ്റ് പോളിസീസാണ് നമ്മൾ സ്വീകരിച്ചിട്ടുണ്ടായിരുന്നത്. ആ ഒരു കപ്പാസിറ്റിയിലേക്ക് നമ്മൾ ഉള്ള വളർച്ച എന്ന് പറയുന്നത് ഒരു കോസ്റ്റ് എഫക്റ്റീവ് ഇന്നോവേഷൻ മെത്തേഡാണ് നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ത്രൂ സച്ച് endeavors, India's capacity for inclusive and cost-effective innovation has been recognized in the global innovation discourse. ഇനി 4 നാഷണൽ സയൻസ് ആൻഡ് ടെക്നോളജി പോളിസീസ് ആണുള്ളത്. ഒന്ന് സയൻറ്റിഫിക് പോളിസി റെസൊല്യൂഷൻ 1958. 1958 സയൻറ്റിഫിക് പോളിസി റെസൊല്യൂഷനാണ് ഫസ്റ്റത്തെ സയൻസ് ആൻഡ് ടെക്നോളജി ഇന്നോവേഷൻ പോളിസി എന്ന് പറയുന്നത്. അതിനുശേഷം 1983 ടെക്നോളജി പോളിസി സ്റ്റേറ്റ്മെൻറ്റ് വന്നു. അപ്പോൾ അതിനുശേഷം 2003 സയൻസ് ആൻഡ് ടെക്നോളജി പോളിസി വന്നു 2003. അതിനുശേഷം സയൻസ് ആൻഡ് ടെക്നോളജി ഇന്നോവേഷൻ പോളിസി 2013 വന്നതായിരുന്നു. വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോളിസിയാണ്. ഇപ്പോൾ ഇതുവരെയുള്ളത് സയൻസ് ആൻഡ് ടെക്നോളജി ഇന്നോവേഷൻ പോളിസി 2013 വരെയുള്ളതാണ്.
ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ സയൻസ് ആൻഡ് ടെക്നോളജി, നമ്മുടെ ഇന്ത്യയുടെ സയൻസ് ആൻഡ് ടെക്നോളജി ഇന്നോവേഷൻ എക്കോസിസ്റ്റത്തിലെ ഒരു എവല്യൂഷൻ, ഒരു തുടക്കം ഗൈഡ് ചെയ്യുന്ന ഒരു പോളിസിയാണ് സയൻസ് ആൻഡ് ടെക്നോളജി ഇന്നോവേഷൻ പോളിസി 2013. അതിനുശേഷം ഇപ്പോൾ 5th പോളിസി സയൻസ് ആൻഡ് ടെക്നോളജി ഇന്നോവേഷൻ പോളിസി ഡ്രാഫ്റ്റ് ചെയ്തിട്ടുണ്ട്. അതിനെക്കുറിച്ച് ഞാൻ ഡീറ്റെയിൽസ് ആയിട്ട് തന്നെ പറയാം. അപ്പോൾ ഈ ഡ്രാഫ്റ്റ് ചെയ്തിട്ടുള്ളത് ഇംപ്ലിമെൻറ്റേഷൻ ആയിട്ടില്ല. ഫസ്റ്റ് പോളിസി അഡോപ്റ്റ് ചെയ്തത് 1987 SPR പോളിസി 1988. അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മുടെ സയൻറ്റിഫിക് എൻ്റർപ്രൈസസ് ആൻഡ് സയൻറ്റിഫിക് ടെമ്പർ, ഇന്ത്യയിൽ സയൻറ്റിഫിക് എൻ്റർപ്രൈസസ് ആൻഡ് സയൻറ്റിഫിക് ടെമ്പർ കൊണ്ടുവന്ന ഒരു ഫൗണ്ടേഷൻ എന്നാണ് 1958 സയൻറ്റിഫിക് പോളിസി അറിയപ്പെടുന്നത്. അപ്പോൾ ഈ സയൻസ് ആൻഡ് ടെക്നോളജി വാസ് സീൻ ആസ് വെഹിക്കിൾ ഫോർ ഓൺവേർഡ് ജേർണി ടുവാർഡ്സ് സോഷ്യോ എക്കണോമിക് ട്രാൻസ്ഫോർമേഷൻ ആൻഡ് നാഷണൽ ബിൽഡിംഗ്. നമ്മുടെ നാഷണൽ ബിൽഡിങ്ങിൻ്റെയും ഒരു സോഷ്യോ എക്കണോമിക് ട്രാൻസ്ഫോർമേഷൻ്റെയും ഒരു ഓൺവേർഡ് ജേർണിക്കുള്ള ഒരു വെഹിക്കിളായിട്ടാണ് ഈ സയൻസ് ആൻഡ് ടെക്നോളജി ഇന്നോവേഷൻ പോളിസി, സയൻസ് ആൻഡ് ടെക്നോളജി പോളിസി കൊണ്ടുവന്നത്. ആ സയൻസ് ആൻഡ് ടെക്നോളജി പോളിസി എന്തായിരുന്നു? സയൻറ്റിഫിക് പോളിസി റെസൊല്യൂഷൻ 1958. അത് ജവഹർലാൽ നെഹ്റുവിൻ്റെ നേതൃത്വത്തിലായിരുന്നു അത്തരത്തിലുള്ള പോളിസി ഇംപ്ലിമെൻറ്റേഷൻ നടന്നത്. By 1980, India had developed advanced scientific and technological infrastructure in the areas of space, industrial research, and nuclear energy, and defense and research, and biotechnology and agriculture and health. ഹെൽത്തിലും ന്യൂക്ലിയർ എനർജി, ഡിഫൻസ് റിസർച്ച്, ബയോടെക്നോളജി, അഗ്രികൾച്ചർ, ഇൻഡസ്ട്രിയൽ റിസർച്ച്, സ്പേസിലൊക്കെ നമ്മൾ നൂതന സാങ്കേതിക വിദ്യ കൊണ്ടുവന്നത്, ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ് കൊണ്ടുവന്ന ടൈം എന്ന് പറയുന്നത് 1988. ഇതൊരു അഡ്വാൻസ്ഡ് ആയിട്ടുള്ള സയൻറ്റിഫിക് ആൻഡ് ടെക്നോളജിക്കൽ ഇൻഫ്രാസ്ട്രക്ചറാണ് ഈ ഒരു മേഖലകളിലെല്ലാം കൊണ്ടുവന്നത്. അതിനുശേഷം subsequently with the focus to achieve technological competence and self-reliance through the promotion and development of indigenous technology. അതിനുശേഷം നമ്മൾ ഇൻഡിജിനസ് ഡെവലപ്മെൻറ്റ്, ഇൻഡിജിനസ് ടെക്നോളജി ഡെവലപ്മെൻറ്റ്, പിന്നെ അതിൻ്റെ ഒരു ബാക്കിലോട്ടാണ് നമ്മൾ പോയത്. അതിൻ്റെ ബാക്കിലോട്ട് നമ്മൾ അതിലൂടെയാണ് നമ്മൾ പോയത്. അതിന് വേണ്ടിയിട്ട് നമ്മൾ ടെക്നോളജിക്കൽ കോമ്പീറ്റൻസ് സ്വീകരിച്ചു, സെൽഫ് റിലയൻസ് ഒക്കെ സ്വീകരിച്ചു. അതൊക്കെ നമ്മൾ എങ്ങനെയാണ് സ്വീകരിച്ചതെന്ന് വെച്ചാൽ നമ്മൾ ഒരു പ്രൊമോഷൻ, നമ്മൾ സെൽഫ് ടെക്നോളജി, ഇൻഡിജിനസ് ടെക്നോളജീൻ്റെ ഡെവലപ്മെൻറ്റും പിന്നെ പ്രൊമോഷനൊക്കെ സ്വീകരിച്ചിട്ടാണ് നമ്മൾ അത്തരത്തിലൊരു ടെക്നോളജിക്കൽ കോമ്പീറ്റൻസ് സബ്സീക്വൻ്റ് ആയിട്ട് നമ്മൾ നേടിയെടുത്തത്. ആ സമയത്താണ് ടെക്നോളജി പോളിസി സ്റ്റേറ്റ്മെൻ്റ് ഒക്കെ ലോഞ്ച് ചെയ്തത്. 1983 അതിനുശേഷം ടെക്നോളജി പോളിസി സ്റ്റേറ്റ്മെൻറ്റ് ഇംപ്ലിമെൻറ്റ് ചെയ്തത്. അപ്പോൾ 1980 മുതലേ നമുക്ക് ഒരു സയൻറ്റിഫിക് ആൻഡ് ടെക്നോളജിക്കൽ ഇൻഫ്രാസ്ട്രക്ചറിൻ്റെ അഡ്വാൻസ് ഡെവലപ്മെൻറ്റ് തുടങ്ങിക്കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അതിനുശേഷം നമ്മൾ ടെക്നോളജിക്കൽ കോമ്പീറ്റൻസും സെൽഫ് റിലയൻസും നിലനിർത്താൻ വേണ്ടിയിട്ട് ഫോക്കസ് ചെയ്തു. അതിനുവേണ്ടി നമ്മൾ ഇൻഡിജിനസ് ടെക്നോളജി പ്രൊമോഷനും ഡെവലപ്മെൻറ്റുമാണ് നമ്മൾ സ്വീകരിച്ചത്. അതിനുശേഷം 1983 ടെക്നോളജി പോളിസി സ്റ്റേറ്റ്മെൻറ്റ് നിലവിൽ വന്നു. അതിനുശേഷമാണ്, അതിൻ്റെ ഫലമായിട്ടാണ് ഇറ്റ് റിസൾട്ടഡ് ദ എസ്റ്റാബ്ലിഷ്മെൻറ്റ് ഓഫ് ടെക്നോളജി ഡെവലപ്മെൻറ്റ് ഫണ്ട് ആൻഡ് ദ ഫോർമേഷൻ ഓഫ് ടെക്നോളജി ഇൻഫർമേഷൻ ഫോർകാസ്റ്റിംഗ് ആൻഡ് അസസ്മെൻറ്റ് കൗൺസിൽ. അതിനുശേഷം ടെക്നോളജി ഡെവലപ്മെൻറ്റ് ഫണ്ട് എന്ന് പറയുന്ന ഒരു സിസ്റ്റം എസ്റ്റാബ്ലിഷ് ചെയ്തു 1983 സ്റ്റേറ്റ്മെൻറ്റിന് ശേഷം. പിന്നെ ടെക്നോളജി ഇൻഫർമേഷൻ ഫോർകാസ്റ്റിംഗ് ആൻഡ് അസസ്മെൻറ്റ് കൗൺസിൽ, ടിഫാക് എന്ന് പറയുന്ന ഒരു സിസ്റ്റം ഡിഫൻസ് മിനിസ്റ്ററുടെ കീഴിൽ, സയൻസ് ആൻഡ് ടെക്നോളജി മിനിസ്റ്ററിൻ്റെ കീഴിൽ പ്രവർത്തിക്കുന്നതാണ്. ഇസ് എ ഓട്ടോണമസ് ബോഡി അണ്ടർ ദ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി. സയൻസ് ആൻഡ് ടെക്നോളജീൻ്റെ കീഴിൽ പ്രവർത്തിക്കുന്ന ഒരു ഓട്ടോണമസ് ബോഡിയാണ് ടെക്നോളജി ഇൻഫർമേഷൻ ഫോർകാസ്റ്റിംഗ് അസസ്മെൻറ്റ് കൗൺസിൽ എന്ന് പറയുന്നത്. അപ്പോൾ 1983 സ്റ്റേറ്റ്മെൻറ്റ് ശേഷമാണ് ഇതൊക്കെ നിലവിൽ വന്നിട്ടുള്ളത്. ഇതൊക്കെ നമ്മുടെ പാൻഡമിക് സിറ്റുവേഷനിൽ വളരെയധികം സൂപ്പർ പ്രവർത്തനങ്ങൾ നടത്തിയ ഒരു ബോഡിയാണ്, കൗൺസിലാണ്. എത്രയല്ല വുമൻസ് ടെക്നോളജി ഡെവലപ്മെൻറ്റ്, വുമൻസിനെ സയൻസ് ആൻഡ് ടെക്നോളജിയിലുള്ള ഡെവലപ്മെൻറ്റിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട്, വുമൻസിനെ റിസർച്ചിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ടൊക്കെ ഈ ഒരു പ്രത്യേകതരം ടിഫാക്കിൻ്റെ പ്രത്യേകതരം പ്രോഗ്രാംസ് തന്നെയുണ്ട്. These science and technology policies took recourse to mass education and cultivation of scientific research initiatives for attaining technological competence.
Economic liberalization and globalization brought new challenges and opportunities in science and technology. അപ്പോൾ സയൻസ് ആൻഡ് ടെക്നോളജിയിൽ പിന്നീട് വരുന്ന ഒരു ചാലഞ്ചസ് എന്ന് വെച്ചാൽ നമ്മുടെ എക്കണോമിക് ലിബറലൈസേഷനും ഗ്ലോബലൈസേഷനും ആയിരുന്നു. അപ്പോൾ അതിന് ശേഷം ഫ്രം 2000 ഓൺവേർഡ്സ് നമ്മൾ ഇന്ത്യ കൂടുതൽ ഫോക്കസ് ചെയ്തത് ഓൺ കൺവേർഷൻ ഓഫ് നോളജ് ഇൻ ടു വെൽത്ത് ആൻഡ് വാല്യൂ, അഡ്രസ്സിംഗ് ദ സോഷ്യോ എക്കണോമിക് നീഡ്സ് ഓഫ് ദ കൺട്രി ആൻഡ് അമാൽഗമേറ്റ് സയൻസ് ആൻഡ് ടെക്നോളജി ഇന്നോവേഷൻസ്. പിന്നെ നമ്മൾ 2000 ഓൺവേർഡ്സ് നമ്മൾ ശ്രദ്ധിച്ച ഏരിയ എന്ന് പറയുന്നത് നമ്മുടെ നോളജിനെ വെൽത്താക്കി മാറ്റുക, വാല്യൂസാക്കി മാറ്റുക, പിന്നെ സോഷ്യോ എക്കണോമിക് നീഡ്സ്, കൺട്രിയുടെ സോഷ്യോ എക്കണോമിക് നീഡ്സിനെ അഡ്രസ്സ് ചെയ്യാം, പിന്നെ സയൻസ് ആൻഡ് ടെക്നോളജിയുടെ ഇന്നോവേഷൻസ്, ഇതൊക്കെയാണ് നമ്മൾ പിന്നീട് ഫ്രം 2000 ഓൺവേർഡ്സ് നമ്മൾ ഫോക്കസ് ചെയ്ത ഏരിയ എന്ന് പറയുന്നത്. നമുക്ക് ഈ ഒരു 2000 സയൻസ് ഡേയുടെ ഒരു പിക്ചറാണത്. അന്ന് വാജ്പേയി ആയിരുന്നു ആ ടൈമിലുണ്ടായിരുന്നത്. Accordingly, Science and Technology Policy 2030 brought together the areas of science and technology with the aim of increasing the investment required for research and development and innovation in the areas of impacting economy and society. അപ്പോൾ എക്കോണമിയുടെയും സൊസൈറ്റിയുടെയും ഒരു ഇമ്പാക്റ്റിന് വേണ്ടിയിട്ട് R&D ഡെവലപ്മെൻറ്റാണ് പിന്നെ 2030 പോളിസി സയൻസ് ആൻഡ് ടെക്നോളജി പോളിസിയിൽ കൊണ്ടുവന്നത്. അതിന് വേണ്ടിയിട്ട് സയൻസ് ആൻഡ് ടെക്നോളജി ഇൻവെസ്റ്റ്മെൻറ്റ് കൂട്ടുകയുണ്ടായത്. അപ്പോൾ സയൻസ് ആൻഡ് ടെക്നോളജി ഇൻവെസ്റ്റ്മെൻറ്റ് റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റിലും ആൻഡ് ഇന്നോവേഷനിലുമാണ് 2030 പോളിസി പ്രകാരം ഇൻക്രീസ് ചെയ്ത ഏരിയ. കാരണം നമ്മളെ ഒരു എക്കോണമി ആൻഡ് സയൻറ്റിഫിക് ഇമ്പാക്റ്റ് ആണ് അതിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുന്നത്. അക്കോർഡിംഗ് ടു ദ സയൻസ് ആൻഡ് ടെക്നോളജി പോളിസി 2030 brought together areas of science and technology with the aim of increasing the investment required for R&D and innovation in the areas of impact in the economy and society. This led to the emergence of strong institutional mechanism through the creation of Scientific and Engineering Research Board under the ambit of Science and Technology, Department of Science and Technology to promote the scientific and engineering research in the country. അപ്പോൾ അത്തരത്തിലൊരു ഇന്നോവേഷൻസിനും സയൻറ്റിഫിക് ഡെവലപ്മെൻറ്റിനൊക്കെ വേണ്ടിയിട്ട് ഒരു സ്ട്രോങ് ഇൻസ്റ്റിറ്റ്യൂഷണൽ മെക്കാനിസം പിന്നീട് ഉണ്ടായി. അതാണ് നമ്മുടെ സയൻറ്റിഫിക് ആൻഡ് എഞ്ചിനീയറിംഗ് റിസോഴ്സ് ബോർഡ് എന്ന് പറയുന്ന ഒരു ബോർഡ് ഉണ്ടായത്. ഈ ഒരു ബോർഡ് എന്ന് പറയുന്നത് ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജിയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന ഒരു ബോർഡാണ്. ഇത് സയൻറ്റിഫിക് ആൻഡ് എഞ്ചിനീയറിംഗ് റിസർച്ച് കൺട്രിയിൽ നമ്മുടെ രാജ്യത്ത് സയൻറ്റിഫിക് ആൻഡ് എഞ്ചിനീയറിംഗിനെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് സ്ഥാപിതമായൊരു ബോർഡാണ് സയൻറ്റിഫിക് ആൻഡ് എഞ്ചിനീയറിംഗ് റിസർച്ച് ബോർഡ്. അപ്പോൾ 2030 പോളിസി അനുസരിച്ചിട്ടാണ് ഇത്തരത്തിലൊരു ബോർഡ് നിലവിൽ വന്നത്. The period following the Science and Technology Policy 2030 is marked as a significant increase in R&D investment and rise publication ranking and steady increase in institutional human capacity. ഇതിൻ്റെ ഫലമായിട്ട് 2030 ഫലമായിട്ട് ഉണ്ടായ ഒരു സിഗ്നിഫിക്കൻറ്റ് മാർക്കിംഗ് പോയിൻ്റ് എന്ന് പറയുകയാണെങ്കിൽ R&D ഡെവലപ്മെൻറ്റിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് തന്നെയാണ്. അതിൻ്റെ ഫലമായിട്ട് നമ്മുടെ പബ്ലിക്കേഷൻ റാങ്കിങ്ങിലൊക്കെ ഒരു ഹൈ ലെവൽ റാങ്കിങ് നമുക്കുണ്ടായി പബ്ലിക്കേഷനിലൊക്കെ. പിന്നെ നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂഷണൽ ആൻഡ് ഹ്യൂമൻ കപ്പാസിറ്റിയിൽ ഒരു ഇൻക്രിമെൻ്റ് ഉണ്ടായി. As a result, the decade of 2010 and 2020 was declared as the decade of innovation with the agenda of create a 21st century national innovation ecosystem to build innovative institution and a mindset for national progress. നമ്മുടെ നാഷണൽ പ്രോഗ്രസ് തന്നെയാണ് നമ്മുടെ ഏറ്റവും വലിയ എയിം എന്ന് പറയുന്നത്. അപ്പോൾ ഈ 2030 പോളിസിയൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മുടെ 2010 to 2020 കാലഘട്ടത്തിൽ നമ്മൾ ഡിക്ലെയർ ചെയ്ത ഒരു പോയിൻ്റ് എന്ന് പറയുന്നത് ഡീക്കേഡ് ഓഫ് ഇന്നോവേഷൻ ആയിരുന്നു. അതായിരുന്നു നമ്മളുടെ അജണ്ട. അതെന്താണെന്ന് വെച്ചാൽ നമ്മൾ 21st സെഞ്ച്വറിയിൽ നാഷണൽ ഇന്നോവേഷൻ എക്കോസിസ്റ്റം ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അത്തരത്തിൽ 2010 to 2020 വരെയുള്ള കാലഘട്ടം നമ്മൾ ഡീക്കേഡ് ഓഫ് ഇന്നോവേഷൻ എന്ന് ഡിക്ലെയർ ചെയ്തത്.
അപ്പോൾ നമ്മളുടെ അജണ്ട എന്ന് പറയുന്നത് 21st സെഞ്ച്വറി നാഷണൽ ഇന്നോവേഷൻ എക്കോസിസ്റ്റം ആയിരുന്നു. പിന്നെ ഇന്നോവേറ്റീവ് ഇൻസ്റ്റിറ്റ്യൂഷൻ ബിൽഡ് ചെയ്യുക, പിന്നെ ഈ നമ്മുടെ നാഷണൽ പ്രോഗ്രസ്സിന് വേണ്ടിയിട്ട് ഇന്നോവേറ്റീവ് ഇൻസ്റ്റിറ്റ്യൂഷൻ മൈൻഡ് സെറ്റ് ഡെവലപ്പ് ചെയ്യുക, ഇതൊക്കെ ആയിരുന്നു നമ്മുടെ ഒരു എയിം എന്ന് വരുന്നത്. പിന്നെ സയൻസ് ആൻഡ് ടെക്നോളജി ഇന്നോവേഷൻ പോളിസി പിന്നീട് വന്നത് 2013 2013 ഉണ്ട്. സയൻസ് ആൻഡ് ടെക്നോളജി ആൻഡ് ഇന്നോവേഷൻ പോളിസി 2013 വാസ് ഫോർമുലേറ്റഡ് വിത്ത് ദ എയിം ഓഫ് പൊസിഷനിങ് ഇന്ത്യ എമംഗ് ദ ടോപ്പ് 5 ഗ്ലോബൽ സയൻറ്റിഫിക് പവർ. 2013 എന്ന് പറയുന്നത് വലിയൊരു പോളിസിയാണ്, നമ്മൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോളിസി തന്നെയാണ് 2013 സയൻസ് ആൻഡ് ടെക്നോളജി ഇന്നോവേഷൻ പോളിസി എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു പോളിസിയുടെ അടിസ്ഥാനത്തിൽ നമ്മുടെ എയിം എന്ന് വെച്ചാൽ നമ്മുടെ വേൾഡിൽ തന്നെ സയൻറ്റിഫിക് പവറിലെ ടോപ്പ് 5 നമ്മൾ എത്തുക എന്നുള്ളതായിരുന്നു. The key features of this policy were to promote science and technology, lead innovation ecosystem in the country, and attracting the private sectors into R&D, and linking science and technology innovation to socio-economic priorities. ഈ പോളിസിയുടെ ഒരു കീ ഫീച്ചേഴ്സ് എന്ന് പറയുകയാണെങ്കിൽ നമ്മുടെ സയൻസ് ആൻഡ് ടെക്നോളജി ഡെവലപ്മെൻറ്റ് നമുക്കറിയാം, അതിനെ പ്രൊമോട്ട് ചെയ്യുന്നതാണ്. അത് ഏതൊക്കെ വെച്ചിട്ട് ഇന്നോവേഷൻ എക്കോസിസ്റ്റം കൺട്രിയിൽ ടു പ്രൊമോട്ട് സയൻസ് ആൻഡ് ടെക്നോളജി ടു ലീഡ് ഇന്നോവേഷൻ എക്കോസിസ്റ്റം കാരണം നമ്മുടെ കൺട്രിയിൽ സയൻസ് ആൻഡ് ടെക്നോളജി ഇന്നോവേഷൻ എക്കോസിസ്റ്റം കൊണ്ടുവരാം. പിന്നെ R&D റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റിൽ പ്രൈവറ്റ് സെക്ടേഴ്സിനെ അട്രാക്റ്റ് ചെയ്യാം. പിന്നെ നമ്മുടെ സയൻസ് ആൻഡ് ടെക്നോളജി ഇന്നോവേഷനെ സോഷ്യോ എക്കണോമിക് പ്രിയോറിറ്റീസിൽ ലിങ്ക് ചെയ്യാം. ഇതൊക്കെയായിരുന്നു നമ്മുടെ 2013 പോളിസിയുടെ കീ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത്. ഈ 12th5-year പ്ലാൻ ഫോക്കസ്ഡ് ഓൺ ദ ക്രിയേഷൻ ആൻഡ് ഡെവലപ്മെൻറ്റ് ഓഫ് research and development facilities and building technology partnership with states and large scale investment in mega science project etc. 2005-year പ്ലാൻ 12th 5-year പ്ലാൻ നമുക്കറിയാം 2012 മുതൽ 2017 വരെയുള്ള പ്ലാനാണ്. അത് ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്തത് റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് ഫെസിലിറ്റീസിൻ്റെ ക്രിയേഷനും ഡെവലപ്മെൻറ്റും ആയിരുന്നു. പിന്നെ നമ്മുടെ ടെക്നോളജി പാർട്ട്ണർഷിപ്പ് ഓരോ സ്റ്റേറ്റുമായിട്ട് ബിൽഡ് ചെയ്യുക. പിന്നെ ഇൻവെസ്റ്റ്മെൻറ്റ് മെഗാ പ്രോജക്ട്സ് മെഗാ സയൻസ് പ്രോജക്ട്സിന് വേണ്ടിയിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് ലാർജ് സ്കെയിലിൽ കൊണ്ടുപോകുക. ഇതൊക്കെ ആയിരുന്നു അന്ന് 12th 5-year പ്ലാനിൽ 2012 and 2017 സ്വീകരിച്ച ഡെവലപ്മെൻറ്റ് ഫോക്കസിങ് ഏരിയ എന്ന് പറയുന്നത്. India is rapidly evolving with the changing national and international dynamics. നമുക്കറിയാം ഇന്ത്യയുടെ ഒരു നമ്മൾ റാപ്പിഡായിട്ട് നമ്മുടെ നാഷണൽ ഇൻ്റർനാഷണൽ ഡൈനാമിക്സ് നമ്മൾ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇൻ ദ പാസ്റ്റ് ഡേക്കേഡ് ദ സ്കോപ്പ് ഓഫ് പോളിസി ഇൻസ്ട്രുമെൻറ്റ് ആൻഡ് റെഗുലേറ്ററി environment has changed significantly, resulting in the rise in the country performance in terms of per capita R&D expenditure, publication pattern and equality of the research publication etc. നമുക്കറിയാം നമ്മൾ ഇൻ്റർനാഷണൽ ആൻഡ് നാഷണൽ ഡൈനാമിക് അനുസരിച്ച് നമ്മുടെ ഓരോ പോളിസീസും അങ്ങനെ ചേഞ്ച് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ആ ഒരു സ്കോപ്പ് അനുസരിച്ച് നമ്മളെ പോളിസി ഇൻസ്ട്രുമെൻറ്റും പിന്നെ ഒരു റെഗുലേറ്ററി എൻവയോൺമെൻറ്റും ഒക്കെ ചേഞ്ച് ചെയ്തു. അതിൻ്റെ ഫലമായിട്ട് നമുക്കുണ്ടായൊരു പെർഫോമൻസ് എന്ന് വെച്ചാൽ നമ്മുടെ കൺട്രിയുടെ ഏതൊക്കെ തരത്തിലാണ് നമുക്ക് പെർഫോമൻസ് ഉണ്ടായെന്ന് വെച്ചാൽ നമ്മൾ പെർ ക്യാപിറ്റ R&D എക്സ്പെൻഡിച്ചറിൽ നല്ല പെർഫോമൻസ് റൈസ് ഉണ്ടായി. പിന്നെ പബ്ലിക്കേഷൻ റൈസായി. പ്രൈവറ്റ് സെക്ടർ ഇൻവെസ്റ്റ്മെൻറ്റ് ഈസ് ഓൾസോ കൺസിസ്റ്റൻ്റ്ലി റൈസ് ഇൻ സയൻസ് ആൻഡ് ടെക്നോളജി ഇന്നോവേഷൻ ആക്ടിവിറ്റീസ്. ദർ ഹാസ് ബീൻ നോട്ടബിൾ റൈസ് ഇൻ ദ പാർട്ടിസിപ്പേഷൻ ഓഫ് വുമൻ ഇൻ റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ്. അപ്പോൾ പ്രൈവറ്റ് സെക്ടർ ഇൻവെസ്റ്റ്മെൻറ്റ് കൊണ്ടുകൊണ്ട് നമുക്കുണ്ടായൊരു ഗുണം എന്ന് വെച്ചാൽ നമ്മൾ കൂടുതൽ വുമൻസിനെ റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റിലേക്ക് ആകർഷിക്കുകയാണ് ഉണ്ടായത്. പിന്നെ മാത്രമല്ല നമ്മൾ സയൻസ് ആൻഡ് ടെക്നോളജി ഇന്നോവേഷൻ ആക്ടിവിറ്റീസിൽ ഇവരുടെ ഒരു പാർട്ടിസിപ്പേഷൻ പ്രൈവറ്റ് സെക്ടർ ഇൻവെസ്റ്റ്മെൻറ്റ് പാർട്ടിസിപ്പേഷൻ റൈസ് ചെയ്തു. അതിൻ്റെ ഫലമായിട്ട് നമുക്ക് വുമൻസിനെ കൂടെ നമ്മൾ റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റിലേക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റി. പിന്നെ പ്ലിത്തോറോഫ് സ്കീം ഹാസ് ബീൻ ഇംപ്ലിമെൻറ്റ് ബൈ ദ ഗവൺമെൻറ് ടു സപ്പോർട്ട് ആൻഡ് സ്റ്റിമുലേറ്റ് റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് കൾച്ചർ എമംഗ് ദ സ്റ്റുഡൻസ് ആൻഡ് യങ് റിസർച്ചേഴ്സ്. യങ് റിസർച്ചേഴ്സിൻ്റെയും പിന്നെ സ്റ്റുഡൻസിൻ്റെയും ഇടയിൽ നമ്മൾ റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് കൾച്ചർ സ്റ്റിമുലേറ്റ് ചെയ്യാൻ വേണ്ടിയും പിന്നെ അവരെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഗവൺമെൻറ് ഒരുപാട് സ്കീംസ് ഇംപ്ലിമെൻറ്റ് ചെയ്തു. Through the previous science and technology policies, India has been successful in building robust science technology innovation ecosystem. ഒരു പ്രീവിയസ് സയൻസ് ആൻഡ് ടെക്നോളജി ഇന്നോവേഷൻ പോളിസിയിൽ നമ്മൾ സക്സസ്ഫുൾ എന്ന് വെച്ചാൽ നമ്മൾ സയൻസ് ആൻഡ് ടെക്നോളജി ഇന്നോവേഷൻ എക്കോസിസ്റ്റം റോബസ്റ്റ് ചെയ്യാൻ പറ്റി, നമുക്കത് ഹൈലി ഡെവലപ്പ് ചെയ്യാൻ പറ്റി. അപ്പോൾ ദ ന്യൂ ചാലഞ്ചസ് ടുഡേ നെസസിറ്റ് ഡിഫറെൻറ്റ് പോളിസി മേക്കിംഗ് അപ്രോച്ച്. അപ്പോൾ ടുഡേ നമ്മളുടെ ഇനി വരാൻ പോകുന്ന പോളിസിക്ക് ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു അപ്രോച്ച് തന്നെ ആവശ്യമാണ്. നമുക്കറിയാം ദ കറൻറ്റ് പാൻഡമിക് ഹാസ്
catalyzed the need for new policy instrument and that amalgamate profound and incremental approaches. Such a policy must be adequately prioritized and strategized across the science and technology innovation landscape in alignment with the United Nations Sustainable Development Goal through the balance of short-term mission mode and project along the long-term ones. നമുക്കറിയാം 2013 എന്നുള്ള പോളിസി നമ്മൾ നല്ലൊരു ഡെവലപ്മെൻറ്റ് തന്നെയാണ് നമ്മൾ കാഴ്ചവെച്ചത്. അതിൻ്റെ ഫലമായിട്ട് നമുക്ക് ഇനി വരുന്ന ഒരു പോളിസി എന്ന് പറയുന്ന ഒരു ചാലഞ്ചിങ് പോളിസിയാണ്. കാരണം ബിക്കോസ് ഓഫ് ദ കറണ്ട് പാൻഡമിക് സിറ്റുവേഷൻ. അപ്പം നമ്മുടെ ഒരു ഇൻക്രിമെൻ്റൽ അപ്രോച്ച് ആയിരിക്കണം ഉണ്ടാവേണ്ടത് ന്യൂ പോളിസി ഇൻസ്ട്രുമെൻറ്റ്. അപ്പം അതുമാത്രമല്ല നമ്മളൊരു പ്രിയോറിറ്റൈസേഷനും ഒരു സ്ട്രാറ്റജിയും ഒക്കെ യുണൈറ്റഡ് നേഷൻ്റെ സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് ഗോളിനനുസരിച്ചിട്ട് അലൈൻമെൻറ്റ് ആയിരിക്കണം നമ്മൾ ഷോർട്ട് ടേം മിഷൻ മോഡും പിന്നെ ഒരു ലോങ് ടേം മിഷൻ മോഡിൽ നമ്മൾ പ്രോജക്റ്റ് അല്ലെങ്കിൽ പോളിസി ഇംപ്ലിമെൻറ്റ് ചെയ്യണം. അതൊരു ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ മാത്രമല്ല ദർ ഇസ് എ നീഡ് ടു ഇൻക്രീസ് പബ്ലിക് ഫണ്ടിങ് ആൻഡ് പ്രൈവറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻ റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ്. നമുക്ക് ഒരു പബ്ലിക് ഫണ്ടിങ്ങും പ്രൈവറ്റ് ഇൻവെസ്റ്റ്മെൻറ്റും റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റിൽ ആവശ്യമാണ്. ബൂസ്റ്റ് എക്സിസ്റ്റിംഗ് ഫുൾ ടൈം ഈക്വലൻസിൽ നമുക്ക് ആവശ്യമാണ്. പിന്നെ ബിൽഡ് എംപവർ ക്രിട്ടിക്കൽ ഇൻഫ്രാസ്ട്രക്ചറിനെ ബിൽഡ് ചെയ്യാം. പിന്നെ സയൻസ് ആൻഡ് ടെക്നോളജി ഇന്നോവേഷൻ ഇനീഷ്യേറ്റീവ്സിൽ ഗവർണൻസിൽ നമ്മൾ ഇമ്പ്രൂവ് ചെയ്യാം. ഗ്ലോബൽ സയൻസ് ആൻഡ് ടെക്നോളജി ഇന്നോവേഷൻ സെക്ടറിൽ നമ്മൾ ഗ്ലോബൽ ലിങ്കേജ് ഇൻറ്റൻസിഫൈ ചെയ്യാം. പിന്നെ ഇൻഡിജിനസ് ടെക്നോളജി ഡെവലപ്മെൻറ്റ് അതായിരിക്കണം നമ്മൾ എസ്പെഷ്യലി ഹെൽത്ത്, അഗ്രികൾച്ചർ, എനർജി, എൻവിറോൺമെൻറ്റിലൊക്കെ ഒരു ഇൻഡിജിനസ് ടെക്നോളജി ഡെവലപ്മെൻറ്റ് കൂടുതൽ ഊന്നൽ നൽകേണ്ട ടൈമൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ ദർ ഈസ് എ നീഡ് ടു ബി ഇൻക്രീസ് ഇൻ പബ്ലിക് ഫണ്ട് ആൻഡ് പ്രൈവറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻ R&D ആൻഡ് ബൂസ്റ്റ് എക്സിസ്റ്റിംഗ് FTE ആൻഡ് ബിൽഡ് ആൻഡ് എംപവർ ക്രിട്ടിക്കൽ ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് ഇംപ്രൂവ് ഗവർണൻസ് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി ഇന്നോവേഷൻ ഇനീഷ്യേറ്റീവ് ആൻഡ് ഇൻറ്റൻസിഫൈ global linkage in the science and technology innovation sector and develop indigenous technology in the key areas such as health, agriculture, energy, environment, etc. Additionally, the technology capacity also needed to be enhanced to make India scientifically self-reliant and ready to unpredictable എക്സിജൻസീസ്. നമുക്ക് സെൽഫ് റിലയൻ്റ് ആണ് നമ്മളെ ഏറ്റവും വലിയ ഒരു എയിം എന്ന് പറയുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മുടെ കപ്പാസിറ്റി ഒന്ന് ഇൻക്രീസ് ചെയ്യേണ്ട ആവശ്യകതയുണ്ട്. പിന്നെ ദിസ് പോളിസി ഇൻസ്ട്രുമെൻറ്റ് ഈസ് ഇൻ ഇറ്റ്സ് ഡിസൈൻ ആൻഡ് ഒബ്ജക്റ്റീവ് എയിം ടു എവിഡൻസ് ഡ്രൈവൻ പോളിസി ആയിരിക്കണം നമ്മളത്. പിന്നെ ഇൻക്ലൂസീവ് ആയിരിക്കണം ആൻഡ് ബോട്ടം അപ്പ് ഫോർ ദ വെൽ ബീയിങ് ഓഫ് ദ നേഷൻ ആൻഡ് ഇറ്റ്സ് പീപ്പിൾ വിത്ത് സോഷ്യോ എക്കോണമിക് എൻവിറോൺമെൻറ്റൽ കൺസിഡറേഷൻ. അപ്പോൾ സോഷ്യോ എക്കോണമിക് ആൻഡ് എൻവിറോൺമെൻറ്റൽ കൺസിഡറേഷൻ ഉള്ള ഒരു പോളിസി ആയിരിക്കണം എന്നുള്ളതൊക്കെയാണ് ഉള്ളത്. അപ്പോൾ പോളിസി ഇൻസ്ട്രുമെൻറ്റ് ഇനി വരാൻ പോകുന്ന ഡ്രാഫ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിലൊക്കെ ഒരു എവിഡൻസ് ബേസ്ഡ് അല്ലെങ്കിൽ എവിഡൻസ് ഡ്രൈവൻ ആൻഡ് ഇൻക്ലൂസീവ് ആൻഡ് ബോട്ടം അപ്പ് അപ്രോച്ചുള്ള ഒരു പോളിസി ഇൻസ്ട്രുമെൻ്റ് ആയിരിക്കണം. അതുകൊണ്ട് തന്നെ ഒരു സയൻസ് ആൻഡ് ടെക്നോളജി ഇന്നോവേഷൻ പോളിസി എന്ന് പറയുന്ന ഒരു 5th പോളിസി ബോർഡ് സമ്മറിയുള്ള ഒരു പോളിസിയാണ്. അപ്പോൾ അതിനെക്കുറിച്ച് നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം.